എറണാകുളത്ത് ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നതിനിടെ വീണ സ്ത്രീ തലനാഴിഴയ്ക്ക് രക്ഷപ്പെട്ടു. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഈ അപകടം. എറണാകുളം ഡിപ്പോയിലെ ഇലക്ട്രിക്കൽ ജീവനക്കാരൻ രാഘവൻ ഉണ്ണിയാണ് സ്ത്രീയെ രക്ഷിച്ചത്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഈ അപകടമുണ്ടായത്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, പക്ഷേ ട്രെയിൻ വിട്ടതിന് ശേഷമാണോ? ഇപ്പോൾ അങ്ങനെയാണല്ലോ കാണുന്നത് ദൃശ്യത്തിൽ. ട്രെയിൻ ഓടുന്നുണ്ട്, ആ സമയത്താണ് ചാടി ഇറങ്ങുന്നത്. മഞ്ജുഷ, ട്രെയിൻ ട്രാക്കിലേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത്. അങ്ങനെയാണ്, അതായത് സ്ലോ ചെയ്ത ഒരു സാഹചര്യത്തിലാണ് കുറച്ചാളുകൾ ഇറങ്ങിയ ശേഷം ഇവർ പിന്നീട്, അതായത് പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ സ്ലോ ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിലാണ് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ മുന്നോട്ട് ചാടിയ ശേഷം ട്രെയിനിൽ നിന്നുള്ള പിടി, അതായത് അതിൻ്റെ ക്രാഡിലെ പിടി വിടാതെയാണ് ചാടിയ ശേഷം ആ പിടി വിടാൻ അവർ വിട്ടുപോയോ, അങ്ങനെ എന്തൊരു സാഹചര്യത്തിലാണ് ആ ട്രെയിനൊപ്പം തന്നെ പോകുന്ന ഒരു അവസ്ഥയാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത്. എന്തായാലും വലിയ അപകടമാണ്. കാരണം അടുത്ത മൂവിൽ ട്രെയിനിനടിയിലേക്ക് തന്നെ പോകേണ്ടതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പെട്ടെന്ന് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ ഇലക്ട്രിക്കൽ ജീവനക്കാരൻ്റെ ഇടപെടൽ കൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ നമുക്കറിയാം ഛത്രപതി ശിവജി ടെർമിനലിലുണ്ടായ അപകടത്തിൽ, അതായത് 12ഓളം പേരാണ് ട്രാക്കിലേക്ക് ട്രെയിനിൽ തൂങ്ങിപ്പിടിച്ചെന്ന് വന്ന 12ഓളം പേരാണ് അങ്ങനെ ട്രാക്കിലേക്ക് വീണ് 5 പേരോളം മരിക്കുന്ന സാഹചര്യം ഉണ്ടായെന്ന്. അത്തരം അപകടങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിരന്തരമായി കാണുന്നുണ്ട്. അല്ലെങ്കിൽ ആളുകൾ ട്രെയിൻ മൂവ് ചെയ്ത ശേഷം ചാടിക്കയറുകയും അതുപോലെ ട്രെയിൻ ട്രാക്കിലേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ പ്ലാറ്റ്ഫോമിലേക്ക് പെട്ടെന്ന് ചാടി ഇറങ്ങുകയും ധൃതി കൂട്ടി ചാടി ഇറങ്ങുകയും ചെയ്യുന്ന അവസ്ഥകൾ നിരന്തരമായി അത് ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത് നമ്മൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു വേഗതയല്ല ട്രെയിനുള്ളതെന്നുള്ള ഇത്തരത്തിലുള്ള അവയർനെസ് എല്ലാവർക്കും നൽകി വരുന്നുണ്ടെങ്കിൽ പോലും, അങ്ങനെ വിദഗ്ധരുൾപ്പെടെ അങ്ങനെ ചെയ്യരുത് എന്നുള്ള അവയർനെസ് ഒക്കെ നൽകി വരുന്നുണ്ടെങ്കിൽ പോലും ആളുകൾ അത് ബോധറിയുന്നില്ല എന്ന് വേണം. ഇത്ര അപകടങ്ങളാകുമ്പോൾ മാത്രമായിരുന്നു, അല്ലെങ്കിൽ ചില ആളുകൾ പെട്ടെന്ന് കാല് മുറിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചില ആളുകൾ അതിനടിയിലേക്ക് ട്രാക്കിൽ ഉള്ളിലേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യമാണ് പലപ്പോഴും ഇത്തരം അപകടങ്ങൾ കൊണ്ടുണ്ടാകുന്നത്. ഗുരുതരമായ ദുരന്തമാണ് ഇതുകൊണ്ടുണ്ടാക്കാൻ പോകുന്നതും. അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരൊറ്റ നിമിഷത്തിൻ്റെ ഒരു സെക്കൻഡിൻ്റെ അശ്രദ്ധ കൊണ്ട് മാത്രമാണ് അവർ അതിനകത്തേക്ക് പോകാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായതും. അതുപോലെ തന്നെ ആ ഇടപെടലും, ആ രാഘവൻ ഉണ്ണി എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ ജീവനക്കാരുടെ ഇടപെടലും അത്ര സ്മൂത്ത് ആയതുകൊണ്ടും വളരെ പെട്ടെന്ന് അത് അദ്ദേഹത്തിന് റിയാക്ട് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ടും ആ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാനായി എന്ന് വേണം മനസ്സിലാക്കാൻ. ശരിയാണ്. എന്തായാലും ട്രെയിൻ നിർത്തുന്നതിന് മുൻപേ ചാടി ഇറങ്ങാൻ ശ്രമിച്ചതാണ്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. മാത്രമല്ല, അവിടെ ആ സമയത്ത് പെട്ടെന്ന് ഓടി വന്ന എറണാകുളം ഡിപ്പോയിലെ ഇലക്ട്രിക്കൽ ജീവനക്കാരനായ രാഘവൻ ഉണ്ണി, അദ്ദേഹമാണ് ആ സ്ത്രീയെ രക്ഷിച്ചത്. അതല്ലെങ്കിൽ ട്രാക്കിലേക്ക് ഒരുപക്ഷെ വീണേനെ. എന്തായാലും ഇങ്ങനെ ട്രെയിനിൽ നിർത്തുന്നതിന് മുൻപ് ചാടി ഇറങ്ങുന്നതിലെ അപകടം അത് വീണ്ടും വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ.